question and welcome to the next session, that is the part 4. Okay, there was 6 liter and 750 milliliter of coconut oil in the shop. Today 3 liter and 350 ml of was sold. How much oil is left? അപ്പോൾ ഇതിൽ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത് എന്താണ്? Quantity of oil in the shop. Okay, first we have to find out that quantity of oil in the shop. അല്ലേ, കടയിൽ എത്ര കോക്കനട്ട് ഓയിൽ ആണുള്ളത്? 6 liter 750 milliliter. Okay, then next, today 3 liter and 350 ml was sold. Quantity sold. Quantity sold. How much is that? 3 liter 350 ml. How much is left? Then the remaining left. Therefore, the left oil. How much is that to get? We have to subtract. Okay. 6 liter 750 minus 3 liter 350 ml. 0 minus 0, 0. 5 minus 5, 0. 7 minus 3, 4. 6 minus 3, 3. So 3 liter 400 ml of oil is left in the shop. Understood? Coming to the next question. 17th question endana? A can contained 4 liter and 500 ml of kerosene. 2 liter and 150 ml was used to fill the stove. How much oil is left in the can? അപ്പോൾ ഒരു ക്യാനിൽ എത്ര കെറോസിൻ ആണ് ഉള്ളത്? സോ ക്വാണ്ടിറ്റി ഓഫ് കെറോസിൻ. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് കെറോസിൻ പ്രസന്റ് അല്ലേ? മണ്ണെണ്ണ എത്രയാണ് പ്രസന്റ് ആയിരിക്കുന്നത്? 4 liter 500 milliliter. 4 liter 500 milliliter. Then 2 liter and 150 was used to fill the stove. For quantity to fill the stove. Quantity to fill the stove. എത്രയാണ്? 2 ലിറ്ററും 150 ml. So how much oil is left? Therefore, the left oil കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? രണ്ടും മൈനസ് ചെയ്യാം. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ 0 minus 0, 0. 0 minus 5, not possible. അപ്പോൾ borrowing 1 from here, it becomes 10. ഒന്ന് ഇവിടുന്ന് കടം വാങ്ങിക്കുമ്പോൾ 10 ആവും. 10 നിന്ന് 5 പോയാൽ 5. അപ്പോൾ ഇവിടെ എത്രയുള്ളത്? 5 നിന്ന് പോയാൽ 4. 4 minus 1, 3. 4 നിന്ന് 2 പോയാൽ 2. അപ്പോൾ ബാലൻസ് എത്രയാണ്? ലെഫ്റ്റ് ഓയിൽ 2 liter 350 milliliter of oil is present in the left in the can. Okay. அடுத்த question, 18th question. 13 liter and 500 ml of paint was bought to paint the house. Paint അടിക്കാൻ എത്ര ലിറ്റർ പെയിന്റ് വാങ്ങിച്ചു? 6 liter was used on the first day. 5 liter 500 ml was used on the second day. How much paint is left? അപ്പോൾ എത്രയാണ് ബാലൻസ് ഉള്ളത്? ഇപ്പോൾ നമ്മൾക്ക് എന്ത് എഴുതണം? പെയിന്റ് യൂസ്ഡ് ഫോർ ഫസ്റ്റ് ഡേ അല്ലേ? പെയിന്റ് യൂസ്ഡ് ഫോർ ഏതാണ്? ഫസ്റ്റ് ഡേയിൽ പെയിന്റ് യൂസ് ചെയ്ത് എത്രയാ? is equal to 13 liter 500 milliliter. And paint used for second day. Second day എത്ര പെയിന്റ് ആണ്? 13 ലിറ്റർ ആണ് വാങ്ങിച്ചത് അല്ലേ? ഫസ്റ്റ് ഡേ 6 ലിറ്റർ ആണ്. ഓക്കെ, 13 ലിറ്റർ പെയിന്റ് ആണ് വാങ്ങിച്ചത്. നമ്മൾ ഉപയോഗിച്ചത് എത്രയാണ്? 6 ലിറ്റർ ആണ് ഫസ്റ്റ് ഡേ ഉപയോഗിച്ചത്. ഓക്കെ, സോ റൈറ്റ് ഹിയർ ആസ് 6 liter. Second day 5 liter 500 milliliter. Okay, how much paint is left? അപ്പോൾ ഇത് രണ്ടും കൂടി ആവുമ്പോൾ പ്ലസ് ചെയ്യാം ഇല്ലേ? പ്ലസ് ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടും. ടോട്ടൽ എത്രയാ? 6 0 plus 0 0 0. ഇവിടെ 0 0 0 എന്ന് എഴുതാം. 0 plus 5 5. 6 plus 5 എത്രയാ? 11. 11 ലിറ്ററും 500 ml ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ലെഫ്റ്റ് പെയിന്റ് ലെഫ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യണം. ഇങ്ങനെ മൈനസ് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ളത് 13 ലിറ്ററും 500 milliliter. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? നമ്മൾ ഉപയോഗിച്ചത് 11 ലിറ്ററും
500 milliliter. Okay. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ 0, 0, 5 minus 5, 0, 3 minus 1, 2, 1 minus 1, 0. ഓക്കെ, 1 minus 1, 0. അപ്പോൾ 2 ലിറ്റർ ആണ് എന്തുള്ളത്, ബാക്കി പെയിൻറ് ഉള്ളത്. ഓക്കെ, നമ്മൾ പെയിൻറ് അടിക്കാൻ വേണ്ടി എത്ര പെയിൻറ്റാണ് വാങ്ങിച്ചത്? 13 ലിറ്റർ 500 ml പെയിൻറ് വാങ്ങിച്ചു. ആദ്യത്തെ ദിവസം 6 ലിറ്ററും രണ്ടാമത്തെ ദിവസം 5 ലിറ്റർ 500 ml ഉപയോഗിച്ചു. അപ്പോൾ ബാലൻസ് ഉള്ളത് എത്രയെന്ന് ചോദിച്ചാൽ 13,500 മൈനസ് 11,500, 2 ലിറ്റർ ആണ് ബാലൻസ് ആയിട്ടുള്ളത്. ഓക്കെ, Appu Vaidya had 3.5 liters of money in his shop. He first filled 10 liters of 50 ml. The rest he used to fill 100 and 200 ml bottles. How many bottles of each type did he use? What is the total amount of honey in each type of bottle? If the number of bottles are to be equal, how much honey is filled? അപ്പോൾ അപ്പു വൈദ്യറിന് 3 ലിറ്റർ ഹണി ഉണ്ട് അല്ലെ, തേൻ ഉണ്ടായിരുന്നു കടയിൽ. ആദ്യം അദ്ദേഹം ഇതിൽ ഫില്ല് ചെയ്ത് 10 ബോട്ടിൽസ് ഓഫ് 50 ml 10 ബോട്ടിൽസ് ആണ് ഫില്ല് ചെയ്തത്. ഓക്കെ, യൂസ് ടു ഫിൽ 100 ml 200 ml. അപ്പോൾ എത്ര ബോട്ടിൽസ് ആണ് യൂസ് ചെയ്തത്, ടോട്ടൽ ഹണി ഓരോ ബോട്ടിലും എത്ര ഹണിയാണ് ഉള്ളത് എന്നത് നമുക്ക് സ്റ്റെപ്പായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ്, ഹൗ മെനി ബോട്ടിൽസ് ഓഫ് ഈച്ച് ടൈപ്പ് യൂസ്. അപ്പോൾ 10 ആദ്യം തന്നെ പറയുന്നുണ്ട് 10 ബോട്ടിൽസ്. ഓക്കെ, 10 ബോട്ടിൽസ് ഓഫ് എത്രയാ, 50 ml. 50 ml 10 ബോട്ടിൽ. അപ്പോൾ എത്രയാ വരിക, 50 × 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 500 ml. ഇനി അടുത്തത്, റെസ്റ്റ് ഈ യൂസ് ടു ഫിൽ 100 ml ബോട്ടിൽസും പിന്നെ 200 ml ബോട്ടിൽസുമാണ് ഫില്ല് ചെയ്തത്. ഓക്കെ, അപ്പോൾ 100 ml ബോട്ടിൽ എത്ര ഫില്ല് ചെയ്തു, അപ്പോൾ 10 ബോട്ടിൽ ഓഫ് 100 ml എന്ന് പറയുമ്പോൾ that is equal to 10 into 100 is equal to 1000 ml. Okay, ഇനി 10 bottle of 200 ml എന്ന് പറയുമ്പോഴോ 10 into 200 that is equal to 2000 ml. അപ്പോൾ ഈ 2000 ml plus 1000 ml plus 500 ml എത്രയായി, 3500 ml. അപ്പോൾ കടയിലുള്ളത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി the number of bottles are to be equal. How many honey should be filled in each bottle? അപ്പോൾ നമ്പർ ഓഫ് ബോട്ടിൽസ് യൂസ് ചെയ്തത് എത്രയാണ്, 50യുടെ 10ഉം 210, 110. അപ്പോൾ 30 ബോട്ടിൽസ് ആണ് ഫില്ല് ചെയ്തത്. 30 ബോട്ടിൽസ് ആണ് ഫില്ല് ചെയ്തത്. Okay, so that's all about this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.